ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2214. ഇന്ന് ജനുവരി മാസം 22-ാം തീയതി. അത്യാർത്തി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കുറച്ചേ മതിയാവും. എന്നാലും അവിടെ ആർത്തി അവശേഷിക്കും. അതിനോട് ഒന്ന് എതിരിടുക തന്നെ വേണം. പിന്നെയുള്ളത് അത്യാഗ്രഹമുണ്ട്, ആഗ്രഹമുണ്ട്. എല്ലാത്തിനും ഒന്ന് മെരുക്കിയെടുക്കാനായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ശ്രമിച്ചിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നും അത്ര എളുപ്പമല്ല. പരിമിതികളിൽ കുറച്ചുകൂടി സംതൃപ്തി കണ്ടെത്താനായിട്ട് നമ്മൾ ഓരോരുത്തരും പഠിച്ചു തുടങ്ങുമ്പോൾ എന്തൊരു സന്തോഷമാകും നമ്മളിൽ വന്നണയുന്നത്. ക്രിസ്തുയേശു കാണിച്ചു തന്ന മാതൃകയും അത് തന്നെയാണ്. പരിമിതികളിൽ നമ്മളൊരു സംതൃപ്തി കണ്ടെത്തുക. തീർത്ഥാടക സംഘം മലനിരകളിലൂടെ സഞ്ചരിക്കുകയാണ്. ജ്ഞാനിയായ ഒരു ആചാര്യനോടെ താമസിക്കുന്നുണ്ടെന്ന് അവർ കേട്ടിരുന്നു. അവർ എല്ലായിടത്തും അദ്ദേഹത്തെ അന്വേഷിച്ച് അവസാനം ഒരു ചെറിയ കുടിലിൽ കണ്ടെത്തുകയാണ്. ഒരു പഴഞ്ചൻ കട്ടിലിൽ ജീർണിച്ചു തുടങ്ങിയ കസേരയും മേശയും ഭക്ഷണം പാകം ചെയ്യുന്നതിന് ഒരു ചെറിയ അടുപ്പ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. തീർത്ഥാടന സംഘത്തിലെ ആളുകൾ ചോദിച്ചു, അങ്ങയുടെ വീട്ടു സാധനങ്ങളൊക്കെ എവിടെയാണ്? അപ്പോൾ ജ്ഞാനിയായ ആചാര്യൻ തിരിച്ച് അവരോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടു സാധനങ്ങളൊക്കെ എവിടെയാണ്? അവർ പറഞ്ഞു, ഞങ്ങളൊരു യാത്രയിലല്ലേ, ഞങ്ങളിപ്പോൾ ഒരു തീർത്ഥയാത്രയിലല്ലേ, അവയൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ജ്ഞാനിയായ ആചാര്യൻ പറഞ്ഞു, ഞാനും യാത്രയിലാണ്, എനിക്കും ഇപ്പോൾ അവയൊന്നും ആവശ്യമില്ല. ഒന്നും എക്കാലവും ആരുടെയും സ്വന്തമാകില്ല. കുറച്ചു കാലം കൈവശം വെക്കാമെന്ന് മാത്രം. അത് സ്വത്തായാലും വിഭവങ്ങളായാലും ബന്ധങ്ങളായാലും മനുഷ്യരായാലും. ആരിൽ നിന്നോ കൈമാറ്റം ചെയ്യപ്പെട്ട് മറ്റാർക്കെങ്കിലും കൈമാറുന്നതിന് മുൻപുള്ള ഒരു അല്പസമയം മാത്രമാണ് എന്തും സ്വന്തമെന്ന് എനിക്ക് അവകാശപ്പെടാനാവില്ല. കുറച്ചു കാലത്തേക്ക് മാത്രം ഉപയോഗിക്കുന്നവരെല്ലാം ശരിക്കും വാടകക്കാർ മാത്രമാണ്. എല്ലാം സ്വന്തം പേരിലാക്കി എന്ന് അഭിമാനിക്കുന്നവർ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. അവസാന ശ്വാസം വരെ അവകാശമുള്ളൂ. അത് സ്വന്തമാക്കാൻ ശ്വാസം നിലയ്ക്കുന്നതും കാത്ത് അക്ഷമയോടെ ആരൊക്കെയോ അരികിലോ അകലത്തോ നിൽപ്പുണ്ട്. കുറച്ചും കൂടി ഒരു ബോധത്തോടുകൂടി അവശേഷിക്കുന്ന നാളുകളൊന്ന് ജീവിച്ചാൽ നന്നായിരുന്നു. ഇത് നിങ്ങളോടല്ല, ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു കാര്യമാണ്. ക്രിസ്തു മാതൃകയിൽ ഒന്ന് തുടങ്ങാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ, തുടങ്ങാനൊരു ആഗ്രഹമെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ആമേൻ.